Hi dears, today's topic ratio and proportion. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇതെന്താണെന്നും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് ഈ കോളൻ സിമ്പൽ വെച്ചിട്ടാണ് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത്. റേഷ്യോ എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാനായിട്ടാണ് റേഷ്യോ യൂസ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് ഈ കോളൻ. റേഷ്യോൻ്റെ സിമ്പലാണ് ഈ കോളൻ. ഈ സിമ്പലിനെ റീഡ് ചെയ്യുന്നത് ഈസ് ടു എന്നാണ്. അപ്പോൾ 2:4, 3:5 ഇങ്ങനെയാണ് റേഷ്യോ റെപ്രസെൻ്റ് ചെയ്യുന്നതും അത് റീഡ് ചെയ്യുന്നതും. ഇനി പ്രൊപ്പോർഷൻ എന്നാൽ രണ്ട് ഈക്വൽ റേഷ്യോസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നത്. പ്രൊപ്പോർഷൻ്റെ സിമ്പൽ കോളൻ 2 ടൈംസ് ഇതാ ഇങ്ങനെ ഇടുന്നതാണ് പ്രൊപ്പോർഷൻ്റെ സിമ്പൽ. ഇതിനെ റീഡ് ചെയ്യുന്നത് ആസ് എന്നാണ് ഇതിനെ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൊപ്പോർഷൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ 3:4 ആസ് 6:8 ഇങ്ങനെയാണ് പ്രൊപ്പോർഷൻ എഴുതുന്നതും റീഡ് ചെയ്യുന്നതും. ഓക്കെ, ഇനി ഈ റേഷ്യോയും പ്രൊപ്പോർഷനും നമുക്ക് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. 3:4 എന്ന് പറയുന്ന റേഷ്യോനെ ഫ്രാക്ഷനായിട്ട് എഴുതുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡിജിറ്റ് ന്യൂമറേറ്റർ 3 സെക്കൻഡ് ഡിജിറ്റ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് റേഷ്യോനെ ഫ്രാക്ഷനായിട്ട് എഴുതുന്നത്. ഇതേപോലെ തന്നെ പ്രൊപ്പോർഷനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. 3:4. ഇപ്പോൾ 3/4 പ്രൊപ്പോർഷൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു, രണ്ട് ഈക്വൽ റേഷ്യോസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് പ്രൊപ്പോർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ആസ് എന്ന സിമ്പിൾ ഈക്വൽ ടു ആയി മാറും. ആ കോളൻ ഇട്ടിട്ടുള്ളൊരു സിമ്പിൾ ഉണ്ടായിരുന്നില്ലേ, അത് ഈക്വൽ ടു ആവും. 3/4 = 6/8 എന്നാണ് ഫ്രാക്ഷനിൽ നമ്മൾ ഈ പ്രൊപ്പോർഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫോർമുലാസ് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ നമ്മൾ പ്രൊപ്പോർഷൻ എങ്ങനെ എഴുതുന്നത് പറഞ്ഞിരുന്നു. 3:4 ആസ് 6:8. ഓക്കെ, ഇതിൽ ഈ രണ്ട് നമ്പേഴ്സിന് പറയുന്ന പേര് എക്സ്ട്രീംസ് എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് = പ്രൊഡക്റ്റ് ഓഫ് മീൻസ് എന്നാണ് ഫസ്റ്റത്തെ ഫോർമുല. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ്, ഈ രണ്ട് എക്സ്ട്രീംസിൻ്റെയും പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് 3 × 8. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ 3 × 8 എന്ത് കിട്ടും ആൻസർ? 24 അല്ലേ. ഇനി പ്രൊഡക്റ്റ് ഓഫ് മീൻസ്, ഇനിയുള്ള ഈ അകത്തുള്ള ഈ രണ്ട് നമ്പേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് മീൻസ് 4 × 8 6 = 24. അത് തന്നെയായിരുന്നു ഫസ്റ്റത്തെ ഫോർമുല. പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് = പ്രൊഡക്റ്റ് ഓഫ് മീൻസ്. അപ്പോൾ രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഈ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോഴും മീൻസ് ആയിട്ട് അകത്ത് വരുന്ന ആ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോഴും നമുക്ക് സെയിം ആൻസറാണ് കിട്ടുന്നത്. അങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, ഈ നമ്പേഴ്സ് ഇട്ട് ചെയ്തത് അവരൊരു ജനറലൈസ് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ ABCD എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോളൂ. A:2B ആസ് C:2D. ഓക്കെ, അപ്പോൾ A:2B നമുക്ക് ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതാം? A/B = C:2D എങ്ങനെ എഴുതാം? C/D. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ എക്സ്ട്രീംസ് ഏതാണ്? Aയും Dയും ആണ് എക്സ്ട്രീംസ്, Bയും Cയും മീൻസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് A × D = B × C. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീം = പ്രൊഡക്റ്റ് ഓഫ് മീൻസ് എന്ന് പറഞ്ഞ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി
ദ യൂണിറ്ററി മെത്തേഡിൽ ഫ്രാക്ഷനിൽ 2:3 അല്ലെങ്കിൽ 4:5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും റേഷ്യോ നമ്പേഴ്സ്. അതിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം 1 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ 1 യൂണിറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റേഷ്യോയിൽ പറയുന്ന 2 യൂണിറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ 3 യൂണിറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം 1 യൂണിറ്റിന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ആ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a recipe for pancakes use flour and milk in the ratio 3:2. If you use 9 cups of flour, how much milk do you need? ഒരു പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്ലോറും മിൽക്കും എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോറിൻ്റെയും മിൽക്കിൻ്റെയും റേഷ്യോ 3:2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഈ ഐറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 3 എന്ന് പറയുന്ന റേഷ്യോ ഫ്ലോറിൻ്റെ ആണ്, പൊടിയുടെയാണ്, മാവിൻ്റെയാണ്. ആൻഡ് ഈ 2 എന്ന് പറയുന്ന റേഷ്യോ മിൽക്കാണ് കേട്ടോ. മിൽക്കിൻ്റെയാണ് ഈ റേഷ്യോ. ഇതിൽ ഇഫ് യു യൂസ് 9 cups of flour, how much milk do you need? ഈ റേഷ്യോ 3 എന്ന് പറയുന്ന റേഷ്യോ 9 cup ഓഫ് ഫ്ലോറിൻ്റെയാണ്. 9 കപ്പ് ഫ്ലോർ എടുത്തു, മാവെടുത്തു, 9 കപ്പ്, അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് 3. അങ്ങനെയാണെങ്കിൽ ഈ മിൽക്ക് എത്ര കപ്പ് എടുത്തു എന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, 2 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ അത് എത്ര കപ്പാണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇതിനെ പ്രൊപ്പോർഷനായിട്ട് എഴുതണം. ഓക്കെ, അതായത് പ്രൊപ്പോർഷനായിട്ട് നമ്മളെങ്ങനെ എഴുതിയത്, 2 ഈക്വൽ റേഷ്യോസിനെ ആണ് പ്രൊപ്പോർഷനിൽ റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ 3:2 ഈക്വൽ ടു ഫ്ലോറിൻ്റെ എത്ര കപ്പാണ് ഫ്ലോർ എടുത്തത്, 9 മിൽക്ക് എത്രയാണെന്ന് നമുക്കറിയോ? ഇല്ല. മിൽക്ക് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് നമുക്കിപ്പോൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നോർമലി പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അത് സോൾവ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മളത് ഒരു എക്സ്, വൈ അല്ലെങ്കിൽ ABC അങ്ങനെ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിന് ശേഷം ആ പ്രോബ്ലത്തിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ആ വാല്യൂ സോൾവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ മിൽക്ക് എത്രയാണെന്ന് അറിയില്ല. ആ മിൽക്ക് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അറിയാത്തത് കൊണ്ട് ഞാനതിന് എക്സ് എന്ന് ഇടുന്നു. ഓക്കെ, അപ്പോൾ 3:2 ഈക്വൽ ടു 9:x. ഇതാണ്. ഇപ്പോൾ ഇതൊരു പ്രൊപ്പോർഷൻ്റെ ഫോർമാറ്റിൽ കിടക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫ്രാക്ഷനാക്കി മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ 3:2 എന്നുള്ളതിന് 3/2 ഈക്വൽ ടു 9/x. ഓക്കെ, ഇനി നമ്മൾ കീ ഫോർമുലാസ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഓഫ് എക്സ്ട്രീംസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മീൻസ് എന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മായ്ച്ചിട്ട് പ്രൊഡക്റ്റായിട്ട് എഴുതാം. പ്രൊഡക്റ്റായിട്ട് എഴുതുന്ന സമയത്ത് എന്താ പറഞ്ഞത്, ഇത് A, ഇത് A, ഇത് B, C, ഇത് D. A × D ഈക്വൽ ടു B × C. ഇതായിരുന്നു നമ്മൾ ആ പഠിച്ച ഫോർമുല. അപ്പോൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണത്. A × D, ദാറ്റ് മീൻസ് 3 × x. 3 × x എന്ന് പറഞ്ഞു വെച്ചാൽ 3x ആണ്. ഓക്കെ, ഈക്വൽ ടു 9 × 2. 9 × 2 എന്താ, 18. ഓക്കെ, ഇതിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് ആണ് നമ്മുടെ മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി. എത്ര അളവാണ് മിൽക്ക് എന്നുള്ളത് എക്സ് ആണ് ഇതിൽ. അപ്പോൾ എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നോക്കൂ 3 ഇൻറ്റു എക്സ് അല്ലേ, അതിൽ 3x മീനിങ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ഡിവിഷനായിട്ട് മാറും. ഓക്കെ, അതെപ്പോഴും അറിഞ്ഞിരിക്കണം. ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായിട്ടുള്ളൊരു നമ്പേഴ്സിൽ ഒരു വാല്യൂ ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു, പ്ലസ് ആയിട്ടുള്ളൊരു വാല്യൂ പോസിറ്റീവായിട്ടുള്ളൊരു വാല്യൂ ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആയിട്ടുള്ളൊരു വാല്യൂ ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുന്ന സമയത്ത് പ്ലസ്. ഇങ്ങനെയാണ് നോർമലി പ്രോബ്ലത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, ഓപ്പറേഷൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് 3 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ ഈ ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ ഈ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഈക്വൽ ടുവിന് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്താം, ബാക്കിയുള്ള നമ്പേഴ്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും എക്സ് ഈക്വൽ ടു ഓൾറെഡി അപ്പുറത്തുള്ള 18 ഇൻറ്റു ഈക്വൽ ടുവിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ഡിവൈഡഡ് ബൈ ഈ 3. ഓക്കെ, ഇനി എന്താവും, എക്സ് ഈക്വൽ ടു 18/3 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആൻസർ? 18/3 ഈക്വൽ ടു 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഈ എക്സ് എന്തായിരുന്നു? എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തത്? എക്സ് എന്ന് പറയുന്നത് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 3:2 എന്ന റേഷ്യോയിൽ ഫ്ലോറും മിൽക്കും എടുത്തു. അതിൽ ഫ്ലോർ 9 കപ്സാണ്, മിൽക്ക് 6 കപ്സാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എ പ്രോഫിറ്റ് ഓഫ് 2,500 to be shared between Sam and Alex in the ratio 2:3. How much does each person get? ഇതിൽ നമ്മൾ എന്താണ് സെക്കൻഡ് മെത്തേഡ് യൂണിറ്ററി മെത്തേഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു യൂണിറ്റിൻ്റെ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിന് ശേഷം ബാക്കിയുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 2,500 റുപ്പീസ് പ്രോഫിറ്റായിട്ട് കിട്ടി. ആ ഒരു എമൗണ്ട് സാമും അലക്സും 2:3 എന്ന റേഷ്യോയിലാണ് അവർ ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമിന് കിട്ടിയത് 2 പോർഷനും 2 പാർട്സും, അലക്സിന് കിട്ടിയത് 3 പാർട്സും. ഓക്കെ, ഈ 2,500നെ ഈക്വൽ പാർട്സാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 2 ഭാഗം സാമിന് കിട്ടി എമൗണ്ട്, 3 ഭാഗം എമൗണ്ട് അലക്സിനും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിതിന്ന് ആദ്യം ഒരു ഭാഗം എമൗണ്ട്, ഒരു പാർട്ട് എമൗണ്ട് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, മൊത്തം എത്ര പാർട്സ് ഉണ്ട്? 2 + 3 5 പാർട്സ്. ടോട്ടൽ ഈ 2,500 റുപ്പീസ് എന്ന് പറയുന്നത് 5 ഈക്വൽ പാർട്സ് ഓഫ് എമൗണ്ട് ആണ്. അതിൽ 2 പാർട്സ് സാം എടുത്തു, അതിൽ 3 ഭാഗം അലക്സും എടുത്തു. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയാണ്? ഈ 2,500 എന്ന് പറയുന്നത് 5 ഭാഗമാണ്. ഓക്കെ, ആ 5, അപ്പോൾ 2 + 3 = 5 പാർട്സ് എന്ന് എടുത്തു. അപ്പോൾ ഈ 2,500നെ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 25ൽ 5 ടൈംസ് പോകും. ഇനി ബാലൻസ് ഉള്ള 0 500. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2,500നെ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 500 ആണ് ഒരു പാർട്സായിട്ട് വരുന്നത്. ഇതിൽ സാമിന് 2 പാർട്സ് കിട്ടിയിട്ടുണ്ട്, 2 ഭാഗം എമൗണ്ട് സാമിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 2 ഭാഗം എന്താണ്? 2 × 500 = 1000. ഓക്കെ, അപ്പോൾ സാമിന് കിട്ടിയിരിക്കുന്നത് 1000 റുപ്പീസ്. ഇനി അലക്സിന് 3 ഭാഗം എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 × 500 = 1500. ഈ 2 എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഓൾറെഡി ഒറിജിനലായിട്ട് ഉണ്ടായിരുന്ന 2,500 തന്നെ കിട്ടുക. 1000 + 1,500 2,500. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്ററി മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്. അതായത് ആദ്യം ഒരു ഭാഗം എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു, അതിനുശേഷം അവർക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന റേഷ്യോ അനുസരിച്ചിട്ട് ആ ഓരോ റേഷ്യോൻ്റെയും ഭാഗങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.